ഈ 650 രൂപയുടെ സാരിയല്ലേ നല്ലത്? വിലയും വളരെ നന്നായിരിക്കുന്നു. ശ്രീദേവിയുടെ ക്ഷീണമൊക്കെ മാറിയോ? ഞാൻ വരട്ടെ. ചേട്ടൻ ഡോക്ടർ സുരേഷിന്റെ വീട്ടതല്ലേ? എന്റെ ചേട്ടനാണെന്ന് വിചാരിച്ച? അതെ. ചേട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നില്ലല്ലോ? ഇല്ലേ, ഞാൻ രാധയെ കാണാനാ വന്നത്. എന്നെ കാണാനോ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ മുല്ലശ്ശേരിയിലെ വിശ്വനാഥിന്റെ മകളാണ്, ശ്രീദേവി. ഡോക്ടർ ജൗളിക്കടയിൽ വെച്ച് കണ്ടപ്പോൾ രാധയുടെ പിറന്നാളാണെന്ന് അറിഞ്ഞു. എനിക്ക് രാധയെ ഒന്ന് കാണണമെന്ന് തോന്നി. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. രാധ എന്നെ അവിടെ തന്നെ നിൽക്കുന്നത്. നീ വരൂ. രാധേ, എന്താ വല്ലാതെ നിൽക്കുന്നത്? വരൂ, ഇവിടെ വന്നിരിക്കും. അയ്യോ, എന്ത് പറ്റി? കാലം മടങ്ങിയോ? സുന്ദരി പെണ്ണ്, പക്ഷേ കാലും ഞൊണ്ടി. അങ്ങനൊന്നും പറയരുത്. ഇതൊന്നും നമ്മളാരും മനഃപൂർവ്വം വരുത്തുന്നതല്ലല്ലോ. രാധയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്ന പിറന്നാൾ സമ്മാനം. അയ്യോ, ഇതൊന്നും വേണ്ട. ചേട്ടൻ എന്നെ വഴക്ക് പറയും. എനിക്ക് വേണ്ട ചേച്ചി. രാധയോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞാനിത് കൊണ്ടുവന്നത്. രാധ ഇത് വാങ്ങാതിരിക്കരുത്. ചേട്ടനൊന്നും പറയില്ല, പ്ലീസ്. ഇവിടെ ആരെങ്കിലും വന്നാൽ ഈ വരാന്തയിലേക്ക് പോലും ഞാൻ വരാത്തതാണ്. സംസാരിക്കാനോ പരിചയപ്പെടാനോ നിൽക്കാറില്ല. പക്ഷെ ചേച്ചിയെ കണ്ടപ്പോൾ എനിക്കെന്തോ അകന്നു മാറിപ്പോവാൻ തോന്നുന്നില്ല. മോളെ, ഇതാരാണ്? അമ്മേ, ഇതാണ് മുല്ലശ്ശേരിയിലെ ശ്രീദേവി ചേച്ചി. മുഖത്തിന് യോജിച്ച പേര് തന്നെ. അമ്മേ, ഇത് ചേച്ചി എനിക്ക് കൊണ്ടുതന്ന പിറന്നാൾ സമ്മാനമാ. എന്തിനാ മോളെ ഇതൊക്കെ കൊണ്ടുവന്നത്? ഒരു സന്തോഷത്തിന് വേണ്ടിയല്ലേ അമ്മേ. അമ്മ ഒന്നും പറയരുത്. അമ്മ ചേച്ചിക്ക് പ്രസാദം കൊടുത്തില്ലല്ലോ. എന്നാ ഞാൻ പോട്ടെ. ആ, ചേട്ടൻ വരെ പോവുകയാണോ? കാപ്പി കുടിച്ചിട്ട് പോകാം. ഇനിയൊരു ദിവസം ആകാം. നേരെ ഒരുപാടായില്ലേ. അച്ഛൻ കാത്തിരിക്കും. ചേച്ചി തീർച്ചയായും വരണം. ശരി. എന്താ രാഘവൻ, അസുഖമൊക്കെ എങ്ങനെയുണ്ട്? കിടക്കണം, കിടന്നാലേ ഇത് മാറത്തുള്ളു. എങ്ങനാ? ബെഡിന്റെ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ബെഡ് ഒഴിവോ നോക്കട്ടെ. അയ്യോ, ഒഴിയുന്നതിന് മുൻപ് തന്നെ ഡാക്ടർ അദ്ദേഹം എന്നെ ഒന്ന് സഹായിക്കണം. എന്താണിത്? രൂപയോ? എത്രയുണ്ട്? 25. ഇത് കുറവാണെന്ന് എനിക്കറിയാം. എന്റെ കൈ ഇപ്പൊ ഇത്രയേ ഉള്ളു. അടുത്ത ആഴ്ച 2 താറാവും കുറെ കരിമീനുമായിട്ട് ഞാനിങ്ങ് വരാം. എങ്ങനാ? രാഘവനെ കിടത്താൻ ഇത് തന്നെ കൂടുതലാണ്. രാഘവൻ കിടക്കാൻ ഒരുങ്ങിയാണല്ലോ വന്നിരിക്കുന്നത്. അവിടെ കട്ടിലും കിടക്കയും ഒന്നുമില്ലെന്നേ ഉള്ളൂ. നിലത്ത് കിടക്കണം. ഇതെനിക്ക് കൈക്കൂലിയായിട്ട് തന്നതല്ലേ. ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് ഫോൺ ചെയ്യാം. എന്റെ പോലീസ് സ്റ്റേഷനിലേക്ക് മാത്രം ഫോൺ ചെയ്യരുത്. ഞാൻ എന്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാ. മേലാളിൽ ആവർത്തിക്കരുത്. ഇല്ല. കൊണ്ടുപോയിക്കോളൂ. മരുന്ന് ഞാൻ പറഞ്ഞ പോലെ കഴിച്ചോളൂ. പോയിക്കോളൂ. സിസ്റ്ററെ, ഫോൺ. എനിക്കോ? ആരെങ്കിലും ചെയ്യാനുണ്ടോ? ചിലപ്പോ വീട്ടിൽ നിന്ന് വിളിക്കും. ആ, വീട്ടിൽ കാണും പഴയ ഗ്രാമഫോൺ. താൻ തന്റെ പണിക്ക് പോടും. സിസ്റ്ററെ, സുരേഷ് ഡോക്ടറുടെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ അനിയത്തി 3 പ്രാവശ്യം വിളിച്ചിരുന്നു. ഒന്ന് പോയി പറ സിസ്റ്ററെ. ഞാൻ എങ്ങനെ പറയും? ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലാ. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി അദ്ദേഹത്തിന് ഓപ്പറേഷന്റെ ചിന്തയല്ലാതെ വേറെ ഒന്നുമില്ല. അനിയത്തിയുടെ ബർത്ത്ഡേ ആണ്. കുഞ്ഞിന് എപ്പം തുടങ്ങി? എങ്ങനാ എന്തോന്ന് ഇപ്പൊ പറഞ്ഞതേ? കുഞ്ഞിന്റെ ബർത്ത്ഡേയാ. അയ്യോ, കുഞ്ഞിന് ബ്രീത്തിന്റെയോ? അയ്യോ, ബ്രീത്തിങ് ഡേ അല്ലടോ, ബർത്ത്ഡേ, പിറന്നാള്. ഓ, എന്റെ ചെവി പൊട്ടിപ്പോയോ. എന്നിട്ട് ഡോക്ടറെ ഇതൊരു പോയില്ലെന്നോ? ഞാൻ പോയി പറഞ്ഞോടാവല്ലോ. ഇങ്ങനെ ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിനകത്താ. ഇപ്പൊ തനിക്ക് അങ്ങോട്ട് പോകാൻ പാടില്ല. അപ്പൊ ഓപ്പറേഷനകത്ത് ഞങ്ങൾക്ക് ആർക്കും കയറാൻ പാടില്ല? ആർക്കും പോകാൻ പാടില്ല. ഇപ്പൊ അങ്ങനെ അല്ല, ഞാനെന്ന് എന്ത് കണ്ട് സംസാരിക്കാം? താൻ എന്തുകൊണ്ട് സംസാരിക്കാൻ പോവാ?
പിറന്നാളിന്റെ കാര്യമോ ബെഡിന്റെ കാര്യമോ? രണ്ടും കൂടെ വെച്ചോ. അങ്ങനെ രണ്ടും കൂടെ താൻ സംസാരിക്കണ്ട. പിറന്നാളിന്റെ കാര്യം ഞാൻ സംസാരിച്ചോളാം. എങ്ങനാ? അങ്ങനെ ആഹാ, എന്നാ അപ്പൊ ഇങ്ങനെ അങ്ങ് പോയാ. ഇപ്പൊ ഇങ്ങനെ അങ്ങ് പോയാട്ടെ. സർക്കാർ ആശുപത്രി കയറി വരും കുറെ അങ്ങനെയുള്ളൂ ഇങ്ങനെയുള്ളൂ, ബാക്കിയുള്ളവനെ ബുദ്ധിമുട്ടിക്കാൻ. അമ്മയുടെ ചേട്ടൻ വന്നു. നിനക്ക് ഈ സാരി എവിടെ നിന്ന്? ചേട്ടാ, മുല്ലശ്ശേരിയിൽ ശ്രീദേവി ചേച്ചി ഇവിടെ വന്നിരുന്നു. ശ്രീദേവി ചേച്ചി എനിക്ക് പിറന്നാൾ സമ്മാനമായി തന്നതാ. നീ ഈ സാരി വാങ്ങേണ്ടതില്ലായിരുന്നു. ശ്രീദേവി ചേച്ചി എന്നെ കളിയാക്കുകയൊന്നും ചെയ്തില്ല. എന്നോട് ഒത്തിരി വർത്തമാനം പറയുകയും ചിരിക്കുകയും എല്ലാം ചെയ്തു. ശ്രീദേവി ചേച്ചി എനിക്കിഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ ഈ സാരി വാങ്ങിയത്. എന്റെ ചേട്ടൻ ഇതുപോലൊരു ചേട്ടത്തിയെ കൊണ്ടുവന്നാൽ എനിക്ക് വളരെ ഇഷ്ടമായേനെ. ഓഹോ, ഇപ്പൊ അങ്ങനെ ആയോ? നീയല്ലേ പറഞ്ഞത് ചേട്ടൻ കല്യാണം കഴിക്കരുത്, കല്യാണം കഴിച്ചാൽ ചേട്ടത്തിയമ്മയ്ക്ക് എന്നോട് വെറുപ്പായിരിക്കും, എല്ലാരും എന്നെ ഉപേക്ഷിക്കുമെന്നൊക്കെ? ആ പേടി കൊണ്ടാ ഞാൻ അന്നങ്ങനെ പറഞ്ഞത്. പക്ഷേ എല്ലാവരും അങ്ങനെയല്ലെന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഇനി ഇതുപോലൊരു പെണ്ണെ തിരക്കി ഞാൻ എങ്ങോട്ട് പോകാൻ? ചേട്ടൻ എങ്ങും പോകണ്ട. ശ്രീദേവി ചേച്ചി തന്നെ കല്യാണം കഴിക്കണം. ചേച്ചി എന്നെ പ്രസാദം തൊടിയിച്ചപ്പോൾ ഞാൻ അറിയാതെ ഓർത്തുപോയി, ശ്രീദേവി ചേച്ചി തന്നെ എന്റെ ചേട്ടത്തിയമ്മയായിരുന്നെങ്കിലെന്ന്. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പൊ തന്നെ ലീവ് എടുത്ത് കല്യാണം കഴിച്ചിട്ട് വന്നാലോ? എന്റെ ദേവി, ഇപ്പോഴെങ്കിലും അവന് നേർക്കുറ്റി തോന്നിയല്ലോ. ചേട്ടാ, ശ്രീദേവി ചേച്ചി എത്ര സുന്ദരിയാണ്. എന്റെ പൊന്നനുജത്തി, നീ അവളെക്കാൾ എത്രയോ സുന്ദരിയാണ്. സംശയമുണ്ടെങ്കിൽ ആ കണ്ണാടി പോയി നോക്കും. പൂജേട്ടാ. എന്താ ഡോക്ടർ ഇത്? ശ്രീദേവി എന്റെ അനുജത്തിക്ക് ഒരു സാരി കൊടുത്തില്ലേ? അതെ, ഞാനത് രാധയ്ക്ക് പിറന്നാൾ സമ്മാനമായി കൊടുത്താണ്. അതോ ചികിത്സിച്ച ഡോക്ടർക്കുള്ള പ്രതിഫലമായിരുന്നു? ഡോക്ടർ, ഞാൻ രാധയോട് കാണിച്ച സ്നേഹം ഡോക്ടർ ഇത്ര ക്രൂരമായി തെറ്റിദ്ധരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ സാരി തിരിച്ചു വാങ്ങി ആ പാവം പെൺകുട്ടിയെ കൂടി വേദനിപ്പിക്കണമായിരുന്നു. ഇത് ഞാൻ വാങ്ങില്ല ഡോക്ടർ. വേണമെങ്കിൽ അത് നശിപ്പിച്ചു കളഞ്ഞേക്കൂ. ഞാനൊരു ഡോക്ടറായതിനു ശേഷം ആരുടെയും സൗജന്യം ഇതുവരെ വാങ്ങിയിട്ടില്ല. എന്റെ സഹോദരിയും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതിനെതിരായി സംഭവിച്ചപ്പോ അത് തിരുത്തണമെന്ന് എനിക്ക് തോന്നി. രാധ വേദനിക്കരുതെന്ന് കരുതി ഞാൻ മറ്റൊരു സാരി വാങ്ങി. അതാണിത്. ശ്രീദേവിയും ഇതൊരു സമ്മാനമായി സ്വീകരിക്കൂ പ്ലീസ്. ഡോക്ടർ വീട്ടിലേക്കാണോ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, എന്റെ വീടിന്റെ അടുത്താണല്ലോ, ഞാൻ നടന്നു പൊയ്ക്കൊള്ളാം. ഇത് ഒന്നിനുള്ള പ്രതിഫലമല്ല, തിരിച്ചു തരികയും വേണ്ട. കാറ് കയറും, ഞാൻ ഡ്രോപ്പ് ചെയ്യാം.